നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തണ്ണിമത്തൻ കഴിച്ച ശേഷം 4 അംഗ കുടുംബം മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക പടർന്നിരുന്നു. അതായത് തണ്ണിമത്തൻ കൊലയാളിയായോ, തണ്ണിമത്തൻ കഴിച്ചിട്ടാണോ മരിച്ചത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. എന്തിനേറെ പറയുന്നു, തണ്ണിമത്തൻ ഈ കടകളിൽ കിട്ടാതെ അല്ലെങ്കിൽ അത് വിൽപ്പനക്കാർ അതിൽ നിന്ന് വിൽക്കാൻ പിന്മാറുന്ന സാഹചര്യം വരെ ഉടലെടുത്ത സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പക്ഷേ ഇപ്പോൾ ഇതാ തണ്ണിമത്തൻ ഒരു വില്ലനായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വില്ലൻ ഭക്ഷ്യവിഷബാധയല്ല എന്നാണ് സൂചന. മുംബൈ സ്വദേശികളായ അബ്ദുള്ള ദോക്കാടിയ, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരാണ് മരിച്ചത്. തണ്ണിമത്തനല്ല, മറിച്ച് ഏതോ വിഷവസ്തു ഉള്ളിൽ ചെന്നതാണ് ഇവരുടെ മരണകാരണം എന്നാണ് പ്രാഥമിക ഫോറൻസിക് പരിശോധനകളിൽ വ്യക്തമായത്. ഈ മരിച്ച വ്യക്തികളുടെ തലച്ചോറ്, ഹൃദയം, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാവാം മരണകാരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇവരുടെ ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ബാക്കിയാവുകയാണ്. മരണപ്പെട്ടവരുടെ ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലായ നിലയിൽ കണ്ടെത്തിയത് കടുത്ത വിഷബാധയുടെ ലക്ഷണമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഭക്ഷ്യവിഷബാധയുടെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതല്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ഡോക്ടർമാർ അടക്കമുള്ള സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പരിശോധനയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, യഥാർത്ഥ വില്ലൻ എന്താണ്, തണ്ണിമത്തനല്ല മറിച്ച് മറ്റെന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. അതിനുള്ള ഉത്തരമൊക്കെ വരും ദിവസങ്ങളുണ്ടാകും. അബ്ദുള്ളയുടെ ശരീരത്തിൽ മോർഫിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അധികൃതർ സൂചന നൽകി. അബദ്ധവശാൽ സംഭവിച്ചതാണോ അതോ കുടുംബത്തിന്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? 2 ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ച് ഒരു ആത്മഹത്യാ പ്രവണത ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അബദ്ധവശാൽ ഇങ്ങനെ അംശമുള്ളിൽ പോയതാണോ അതോ മറ്റാരെങ്കിലും അപായപ്പെടുത്താനുള്ള ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നുമൊക്കെ സംശയം നിലവിൽ ഉയരുന്നുണ്ട്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തണ്ണിമത്തൻ കഴിച്ചത് കാരണമാണ് കുടുംബം മരിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുകയുണ്ടായി. ദക്ഷിണ മുംബൈയിലെ പൈതുനിയിലാണ് തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ ദമ്പതികളും അവരുടെ 2 പെൺമക്കളും മരിച്ചു എന്ന വാർത്ത വന്നത്. ഈ സംഭവത്തിന് പിന്നാലെ വിപണികളിൽ നിന്ന് തണ്ണിമത്തൻ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി. 4 പേരുടെ മരണത്തിലേക്ക് നയിച്ചത് തണ്ണിമത്തൻ കഴിച്ചത് മൂലമുണ്ടായ അണുബാധയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെയാണ് തണ്ണിമത്തന്റെ വിൽപ്പനയിലും വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടായത്. കഴിഞ്ഞ മാസം 27-ാം തീയതിയായിരുന്നു സംഭവങ്ങൾ നടന്നത്. ദുരൂഹമായ കൂട്ടമരണം. പൈതുനിയിലെ മാർക്കറ്റുകളിൽ നിന്നും ഈ കൂട്ടമരണത്തിന് പിന്നാലെ തണ്ണിമത്തൻ വിൽപ്പനക്കാർ കൂട്ടത്തോടെ അപ്രത്യക്ഷമാവുകയും ഇത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ വലയ്ക്കുകയും ചെയ്തു. 4 പേരുടെ മരണം ദക്ഷിണ മുംബൈയുടെ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉടലെടുപ്പിച്ചത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രാദേശിക വിപണിയിൽ അടക്കം ദൃശ്യമായിരുന്നു. പക്ഷേ കുടുംബം കഴിച്ചെന്ന് കരുതുന്ന തണ്ണിമത്തന്റെ സാമ്പിളുകൾ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ഇവർ രാത്രിയിൽ ബിരിയാണിയും തണ്ണിമത്തനും കഴിക്കുന്നു. ഇതിന് പിന്നാലെ ഇവർക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. പിന്നാലെ ഛർദ്ദിക്കുന്നു, അബോധാവസ്ഥയിലാകുന്നു. ഉടൻ തന്നെ 4 പേരെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും കൂട്ടത്തോടെ 4 പേരും മരിച്ചു. പിന്നാലെയാണ് മരണകാരണം തണ്ണിമത്തനാണ് എന്ന സംശയം എവിടെന്നോ ഉടലെടുക്കുന്നു. അത്തരത്തിലൊരു വ്യാപനം, ആ ഒരു വിവരം, ആ ഒരു സംശയം അത് വ്യാപിക്കുന്നു. സാമ്പിളുകൾ ശേഖരിക്കാനായി FDA ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും വിപണിയിൽ ഒരിടത്തും തണ്ണിമത്തൻ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ദിവസേന പരിശോധന നടത്തുന്നുണ്ട്. വിൽപ്പനക്കാരെല്ലാം കടകൾ അടച്ചു മുങ്ങുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തണ്ണിമത്തൻ വിൽപ്പനക്കാർ ബോധപൂർവം മാറി നിൽക്കുകയാണോ അതോ അധികൃതരുടെ നടപടി ഭയന്നാണോ ഇത്തരത്തിൽ അവർ മുങ്ങിയത്? അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചത് കാരണം 4 പേർ മരിച്ചു, അപ്പോൾ അതിന്മേലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്ന സംശയം, എന്ന ഭയത്തിലാണോ അവർ മാറി പോയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒളിച്ചു പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. എന്തായാലും അത്തരത്തിൽ തണ്ണിമത്തൻ കഴിച്ചല്ല ഈ മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്.
എന്തായാലും ഇതൊരു വിചിത്രമായ കേസാണെന്ന രീതിയിലാണ് ആദ്യമൊക്കെ പരിഗണിച്ചത്. ബിരിയാണിയും തണ്ണിമത്തനും കഴിച്ചതുകൊണ്ട് മാത്രം ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുമോ, ദുരന്തം സംഭവിക്കുമോ? അത്തരത്തിൽ മുൻപ് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടുള്ളതല്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആദ്യമൊക്കെ അങ്ങനത്തെ ഒരു പരിഭ്രാന്തി പടർന്നിരുന്നു. ഇതുകൊണ്ടാണ് മരിച്ചത്, ഇതാണ് കാരണം എന്ന രീതിയിൽ പരിഭ്രാന്തി പടർന്നിരുന്നു. ഇതിപ്പോ മഹാരാഷ്ട്രയിൽ സംഭവിച്ച കാര്യം നമ്മൾ കേരളത്തിൽ ഇരുന്ന് പോലും അത്തരത്തിലാണ് അറിഞ്ഞത്, തണ്ണിമത്തം കഴിച്ച് 4 പേര് മരിച്ചു എന്ന കാര്യം. പക്ഷെ എന്തായാലും അന്വേഷണത്തിലും പിന്നീട് നടത്തിയ പരിശോധനകളിലും തണ്ണിമത്തൻ വില്ലനായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. എന്തായാലും എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്നത് ഇപ്പോഴും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബം തണ്ണിമത്തൻ വാങ്ങിയത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ബന്ധുക്കളോടൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയുണ്ടായി. പക്ഷെ ആർക്കും കൃത്യമായ വിവരം നൽകാൻ സാധിച്ചില്ല. ഇനി ആ തണ്ണിമത്തനിൽ മനഃപൂർവ്വം ആരെങ്കിലും അപായപ്പെടുത്താനുള്ള മറ്റെന്തെങ്കിലും ചെയ്തിരുന്നോ എന്നതും ഒരു ചോദ്യമാണ്. സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. നിലവിൽ കുടുംബം കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ലാബ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ വിഷാംശം ഉള്ളിൽ ചെന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന സ്ഥിതിയായിരുന്നു. എന്തായാലും ഈ വീടിന്റെ പരിസരത്തുള്ള ക്രോഫോർഡ് മാർക്കറ്റിലെയും ബൈക്കുല്ലയിലെയും തണ്ണിമത്തൻ വിൽപ്പന ഈ വാർത്തയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ കുറഞ്ഞു. നോക്കൂ, എന്തുമാത്രം നഷ്ടമാണ് ആ തണ്ണിമത്തൻ വിൽപ്പനക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരു തെറ്റായ വിവരം പടർന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ തെറ്റായ ഒരു തെറ്റിദ്ധാരണ പരന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു നഷ്ടം ആ കടക്കാർ നേരിടേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ഒരു വിപണനത്തിൽ വലിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു കുത്തനെ ഇടിവ് സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. ജ്യൂസ് സെന്ററുകളും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. തണ്ണിമത്തൻ ജ്യൂസിന്റെ ഓർഡറുകൾ ഏകദേശം 50% കുറഞ്ഞു. തെറ്റായ വിവരങ്ങളും പരിഭ്രാന്തിയും ബിസിനസിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും കച്ചവടക്കാർ പ്രതികരിക്കുകയുണ്ടായി. ദക്ഷിണ മുംബൈയിലെ വീട്ടിൽ നടത്തിയ വിരുന്നിൽ അതിഥികൾക്കൊപ്പം ചിക്കൻ പുലാവ് കഴിച്ച കുടുംബം മറ്റെല്ലാവരും മടങ്ങിയ ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് തണ്ണിമത്തൻ കഴിച്ചത്. പുലർച്ചെ 5 മണിയോടെ ഇവർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഛർദിയും വയറിളക്കവും കാരണം അവശനിലയിലായതോടെയാണ് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ഇവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കൂടാതെ മരിച്ച അബ്ദുള്ള ഡോക്കാഡിയുടെ ശരീരത്തിൽ ശക്തമായ വേദന സംഹാരിയായ മോർഫിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലും അന്വേഷണം ഒക്കെ പുരോഗമിക്കുകയാണ്. തണ്ണിമത്തനുമായി മരണങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ളതായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ മരണകാരണമായ വിഷാംശം ഏതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും തണ്ണിമത്തനല്ല വില്ലൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിച്ചത്? പുറമേ നിന്നുള്ള വിഷാംശങ്ങളോ ബാക്ടീരിയകളോ ആണ് വില്ലനാകുന്നതെന്ന് വിദഗ്ധരടക്കം കാണിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തണ്ണിമത്തൻ ചിലപ്പോൾ അപകടകാരിയാകാം കേട്ടോ. രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തണ്ണിമത്തന് ചുവപ്പ് നിറം കിട്ടാൻ എറിത്രോസിൻ എന്ന ഡൈ കുത്തിവെക്കുന്നതും പഴുപ്പിക്കാൻ കാർബൺ ഉപയോഗിക്കുന്നതും അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. മാത്രമല്ല നിലത്ത് വളരുന്ന പഴമായതിനാൽ തൊലിപ്പുറത്ത് സാൽമോണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാകാം. മുറിക്കുന്നതിന് മുമ്പ് കഴുകിയില്ലെങ്കിൽ ഇവ ഉള്ളിലെത്താം. മുറിച്ച കഷ്ണങ്ങൾ തണുപ്പിക്കാതെ വെച്ചാലും ബാക്ടീരിയകൾ പെരുകാൻ സാധ്യതയുണ്ട്. തണ്ണിമത്തനിൽ പൊട്ടാസ്യം കൂടുതലാണ്. വൃക്ക രോഗമുള്ളവരിൽ ഇത് ഹൃദയമിടിപ്പ് തടസ്സപ്പെടുത്താൻ കാരണമായിരിക്കും. അലർജി രോഗമുള്ളവർക്കും അപൂർവമായി ചിലർക്ക് തണ്ണിമത്തൻ അലർജിക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തണ്ണിമത്തന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.